നാളെ ചെറിയ പെരുന്നാളായി എല്ലാ ഖാദിമാരും പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഏറ്റവും വലിയ സന്തോഷം, ഗൾഫിലും നാളെയാണ് പെരുന്നാൾ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതും വലിയ സന്തോഷമാണ്. കാരണം 2 സമയങ്ങളിലായി പെരുന്നാൾ ആഘോഷിക്കാറുള്ള സമയങ്ങൾ ഉണ്ടായിരുന്നു. ഗൾഫിൽ ഒരു ദിവസവും തൊട്ടടുത്ത ദിവസം നമ്മുടെ നാട്ടിലും. ഇത് പക്ഷേ ഗൾഫിൽ നാളെ ആയിരിക്കുമെന്ന് ഇന്നലെ തന്നെ പ്രഖ്യാപനം വന്നതാണ്. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലും നാളെ ഒരേ സമയം, ഇപ്പോൾ ഗൾഫിലും നമ്മുടെ നാട്ടിലുമൊക്കെ ഒരേ സമയം പെരുന്നാളാകുന്നതിന്റെ സന്തോഷം ഇസ്ലാം മത വിശ്വാസികൾക്കുണ്ട്. ഇപ്പോൾ പാളയം സംസാരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി. അതിനെല്ലാം ഉപരിയായിട്ട് ഇവിടെ സംഗമിച്ചിട്ടുള്ള ഉസ്താദുമാര്, ഇമാമുമാര്, പണ്ഡിതന്മാര് എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. മഹല്ല് ഭാരവാഹികൾക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ 29 ദിവസം നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം ഇസ്ലാം മതവിശ്വാസികൾ നാളെ പെരുന്നാളിലേക്ക് പോവുകയാണ്. ആഘോഷങ്ങൾ ഈ സമയം തുടങ്ങുകയാണ്. സലാമുണ്ട്. സലാം, ഏത് ഭാഗത്താണ് ഇന്ന് മാസപ്പിറ ദൃശ്യമായത്? സൈഫുദ്ദീൻ, ചെട്ടിപ്പടിയിൽ നിന്നാണ് മാസപ്പിറവി കണ്ടതെന്നുള്ള കാര്യമാണ് താങ്കൾ പറഞ്ഞത്. തങ്ങളെ വിളിച്ച് വിവരം അറിയിച്ചു. ഒരു സ്ഥിരീകരണം, ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. താങ്കൾ എവിടെ നിന്നാണ് മാസം? ചെട്ടിപ്പടി മാസം കണ്ടതായി ഔദ്യോഗികമായി കാളിമാർ മാസം ഉറപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഈദ് ആശംസകൾ. ഈദ് ആശംസയിൽ ഏറ്റവും പ്രധാനമായി ലോകത്ത് നടക്കുന്ന ഇറാൻ, ഇസ്രായേലും അമേരിക്കയും ആ യുദ്ധം വളരെ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. പശ്ചിമേഷ്യൻ വളരെ ശാന്തിയും സമാധാനവും നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലാണ്. ഗ്യാസിൻ്റെ വില കൂടി. കേരളത്തിൽ പല ഹോട്ടലുകളിൽ പോലും ഭക്ഷണം കിട്ടാതെ ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ഈ യുദ്ധം അവസാനിക്കാനായിരിക്കണം. തൻ്റെ സമീപത്തുള്ളവർ മാന്യന്മാരായി ജീവിക്കുന്നുവെങ്കിലും വീട്ടിൽ പട്ടിണിയുണ്ടോ, പ്രയാസമുണ്ടോ എന്ന് അന്വേഷിക്കണം. തൻ്റെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലുമുള്ള ദുർബലരെയും അശരണരെയും ഭിന്നശേഷിക്കാരും ചേർത്ത് പിടിക്കണം. തൻ്റെ കുടുംബത്തിൽ നാട്ടിൽ പ്രായം ചെന്ന വൃദ്ധന്മാരും വൃദ്ധകളും എല്ലാവർക്കും നന്നായി സഹായിച്ച് ഐക്യവും ഒത്തൊരുമയും കൂട്ടായ്മയും ശക്തിപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ച് അകന്നു നിന്നവരെ അകൽച്ചകൾ ഒഴിവാക്കി എല്ലാവരും ഒന്നായി സ്നേഹത്തോടെയും സൗഹാർദ്ദത്തെയും ജീവിക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.